ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എറണാകുളത്ത് കെ സുധാകരൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തയാൾ ബാറിൽ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയതിന് പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി ഷിബുവാണ് പിടിയിലായത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നതെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ എറണാകുളം DCC യോഗത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത തുഫാൻ വോളണ്ടിയർ യോഗമാണ് വലിയ വിവാദത്തിലേക്ക് മാറിയിരുന്നു. കാരണം അതിൽ പങ്കെടുത്ത പലർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിൽ നേരത്തെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ കൂടി ഈ വോളണ്ടിയർ ആകാനായിട്ട് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കെ സുധാകരൻ അതിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും അവർക്കുള്ള ചില നിർദ്ദേശങ്ങൾ വോളണ്ടിയർ ആകാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകാൻ വേണ്ടിയാണ് യോഗം വിളിച്ചു ചേർത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. വലിയ വിവാദത്തിലേക്ക് അത്തരം നടപടികൾ നീങ്ങുകയും ചെയ്തു. ഇതിനെ എറണാകുളം DCC പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. കാരണം കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല. തങ്ങളുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ തങ്ങളുടെ പിന്തുണയോ എറണാകുളം DCCയുടെ പിന്തുണയോ അതിനുണ്ടായില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിൽ അതിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരാൾ മറ്റൊരു അടിപിടി കേസിൽ പെടുന്നത്. കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ അടിപിടിയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിലെ ഒരു പ്രതിയായി ഈ യോഗത്തിൽ പങ്കെടുത്ത ആൾ മാറിയിരിക്കുന്നു. ഷിബു എന്ന് പറയുന്ന മട്ടാഞ്ചേരി സ്വദേശി ഷിബു ഇത് അവിടെ ബാറിലൊരു വയോധികനെ ഗുരുതരമായ രീതിയിൽ തള്ളി വീഴ്ത്തി തലയ്ക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ രീതിയിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ യോഗം ഒന്നുകൂടി വിവാദത്തിലേക്ക് കടന്നു വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. യോഗത്തിൽ പങ്കെടുത്തവരുടെ ക്രിമിനൽ പശ്ചാത്തലം ആണ് അവർക്കുള്ളത് എന്ന രീതിയിൽ ഒരു ഭാഗത്ത് വിമർശനം ഉയരുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ആൾ, അതിന് മുൻനിരയിൽ ഉണ്ടായിരുന്ന ആൾ, സംഘാടനത്തിൽ ഉണ്ടായിരുന്നയാൾ, അയാൾ മറ്റൊരു കേസിൽ പ്രതിയാവുന്നത്. അയാൾ വേറെയും കേസുകൾ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നു. ഷിബുവിനെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും കേസുകൾ പ്രതിയാണ് എന്നതുകൂടി പോലീസ് ഉറപ്പിച്ച് പറയുമ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അത് വിവാദത്തിലേക്ക് വരികയാണ്. എറണാകുളം DCC അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് വിവാദമായി തുടരും. പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പരിപാടികളുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വോളണ്ടിയർ ആകാൻ വേണ്ടി വിളിച്ചു വരുത്തിയവർ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണ്, പല കേസുകളിലും പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം അതിൽ പെട്ടൊരാൾ തന്നെ മറ്റൊരു കേസിൽ പ്രതിയാവുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.